അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ നബിയ്യിനാ വ മൗലാനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. പ്രിയമുള്ളവരെ, പ്രധാനമായും ഇന്ന് നിങ്ങളിലേക്ക് വന്നത് സഹോദരിമാരുടെ ചില സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ്. സഹോദരിമാർക്ക് വേണ്ടിയാണ് പ്രത്യേകമായി ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ചിലരെല്ലാം ആശങ്ക അറിയിച്ചു. ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, ഉസ്താദേ, എനിക്ക് പലപ്പോഴും ആർത്തവം ഉണ്ടാവാറ്, അശുദ്ധി ഉണ്ടാവാറ് നല്ല നല്ല ദിവസങ്ങളിലാണ്. അതായത് ഞാൻ മനസ്സിലാക്കണവർ ഉദ്ദേശിക്കുന്നത് 27-ാം രാവ്, 21-ാം രാവ്, 25-ാം രാവ് പോലെയുള്ള ഒറ്റയിട്ട രാവുകളുണ്ടല്ലോ. ആ രാവുകളിലും അതിൻ്റെ ദിനങ്ങളിലുമാണ് സ്ത്രീകൾക്കുണ്ടായേക്കാവുന്ന ആർത്തവം പോലെയുള്ള അശുദ്ധികൾ ഉണ്ടാവാറ്. അപ്പോൾ നോമ്പ് നോക്കാനോ ഖുർആൻ ഓതാനോ മറ്റോ പ്രയാസം തന്നെയല്ലേ, അത് പാടില്ലല്ലോ. അപ്പോൾ അവർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, അത് എൻ്റെ പാപങ്ങളെ കൊണ്ടാണോ, എൻ്റെ തെറ്റുകളെ കൊണ്ടാണോ, അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനത്തെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ആക്കുന്നതാണോ എന്നാണ് അവരുടെ ഉള്ളിലുള്ള ഭയം. നമ്മളെ പാപങ്ങളെ കൊണ്ടാണോ നമുക്ക് ഇങ്ങനത്തെ നല്ല ദിവസങ്ങളിലൊന്നും നല്ലത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ചോദ്യം. അപ്പോൾ ആ തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്കാണ് ആ തെറ്റിദ്ധാരണ നീക്കാനാണ് വന്നത്. ഉള്ളവരുണ്ടായേക്കാം അങ്ങനെയുള്ള സംശയങ്ങൾ. കാരണം ഇങ്ങനെയുള്ള ചോദ്യം വന്നപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ പറയാനുള്ളത്, ഇത് അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിലായി അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചത് തന്നെ, സ്ത്രീകളെ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണിത്. സ്ത്രീകളെ അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു സംവിധാനവും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരോട് ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. പ്രത്യുൽപാദനവും പോലെയുള്ള പല കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണിത്. ശരിക്കും പറഞ്ഞാൽ അത് അല്ലാഹു തആലയുടെ ഒരു സൃഷ്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതെന്തല്ല, അത് വലിയൊരു, ശരിക്കും പറഞ്ഞാൽ അത് പാപമെന്ന് പോട്ടെ, പാപം ഏതായാലും അല്ല, നിങ്ങളെ ഭാഗത്തു നിന്നുള്ളതല്ല, മറിച്ച് അതൊരു വലിയൊരു മഹത്തായ ഒരു എന്താ പറയുക, ഒരു അല്ലാഹു തആലയുടെ ഒരു മഹത്തായ സൃഷ്ടിപ്പാണത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ റമദാൻ മാസത്തിൽ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പ്രതിഫലമൊക്കെ കിട്ടുന്നത്, അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലമൊക്കെ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു. 2, അതിലുള്ള ദിനങ്ങളിലും രാത്രികളിലുമുള്ള പ്രതിഫലത്തിന് അല്ലാഹു തആല 10 മടങ്ങ് എന്നല്ല, എത്രയോ മടങ്ങുകൾ പ്രതിഫലം നൽകാമെന്ന് അല്ലാഹു തആല നിശ്ചയിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇറാദത്ത്, അവൻ്റെ നിശ്ചയമാണ് നമുക്ക് ഇത്രയധികം പ്രതിഫലം ഉണ്ടാകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന റമദാൻ മാസത്തിൽ ഹലാലായ കാര്യങ്ങൾ പോലും നമ്മൾ വെടിഞ്ഞിട്ട്, അതായത് ഭക്ഷണം വെടിഞ്ഞു, വെള്ളം വെടിഞ്ഞു, അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെടിഞ്ഞിട്ട് അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് നമ്മൾ വഴിപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രതിഫലമാണത്. എന്നാൽ അതേപോലെയുള്ളൊരു കൽപ്പനയാണ് അള്ളാഹുവിൻ്റെത്. എന്ത്? സ്ത്രീകൾക്ക് ആർത്തവം പോലെയുള്ള അശുദ്ധികൾ ഉണ്ടായാൽ അവർ നോമ്പ് നോൽക്കാൻ പാടില്ല, അത് ഹറാമാണെന്നാണ്, നിഷിദ്ധമാണ്, അത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ നോക്കി, റമദാൻ മാസത്തിൽ അല്ലാഹു തആലാൻ്റെ കൽപ്പന അനുസരിച്ചതിനാണ് ഇത്രയധികം പ്രതിഫലം നോമ്പ് നോറ്റവനും ഖുർആൻ ഓതുന്നവനും കിട്ടിയത് എങ്കിൽ, അതുപോലെ തന്നെയുള്ള പ്രതിഫലം ഈ കൽപ്പന അനുസരിക്കുന്നതിന് സ്ത്രീകൾക്കും ലഭിക്കും എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് മറന്നു പോകരുത്. കാരണം സ്ത്രീ അള്ളാഹിൻ്റെ കൽപ്പനയാണ് അവർ അനുസരിക്കുന്നത്. പ്രത്യേകിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നോമ്പിൻ്റെ പ്രാധാന്യം നമുക്കറിയാം, ഖുർആൻ ഓതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അതെല്ലാം ഉണ്ടായിട്ട് പോലും അള്ളാഹു നിഷിദ്ധമാക്കിയതിൻ്റെ പേരിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. കാരണം അള്ളാഹു തആല നിഷിദ്ധമാക്കിയത് ചെയ്താൽ അള്ളാഹു വെറുത്തു പോകും. അള്ളാഹിനോട് സ്നേഹം കൊണ്ട് അവൾ അതിന് മാറി നിൽക്കും. അവൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഈമാനുള്ള സ്ത്രീയെ സംബന്ധിച്ചോളം, ഏതൊരു അടിമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആലക്ക് കൂടുതൽ ചെയ്യാൻ, അല്ലാഹു തആല ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ വല്ലാതെ ഇഷ്ടമായിരിക്കും. അതിൽ നിന്ന് അള്ളാഹ് പറഞ്ഞിട്ട് തന്നെയാണ് മാറി നിൽക്കണത് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, അല്ലാഹു തആല ഈ നോമ്പായാലും ശരി, ഇനി അതുപോലെ തന്നെ നിസ്കാരമായാലും ശരി, ഏത് കർമ്മങ്ങൾ എടുത്താലും അല്ലാഹു തആല ഇതൊക്കെ നമുക്ക് നിർബന്ധമാക്കിയത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്.
ഉദാഹരണമായിട്ട് നിസ്കാരം, അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹ ആയാലും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ പരിഭാഷ പോലും ചിന്തിക്കുന്നത് അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയാണെങ്കിലാണ് ആ നിസ്കാരത്തിന് കൂടുതൽ എന്തുള്ളത്, അള്ളാഹിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത്. അള്ളാഹിനെ ഒരാൾ ഓർക്കാണ്, ഇനിയിപ്പോൾ ഫാത്തിഹൻ്റെ അർത്ഥം അറിയില്ല, അയാൾക്ക് തസ്ബീഹിൻ്റെ അർത്ഥം അറിയില്ല, പക്ഷെ അള്ളാഹുവിൻ്റെ ഓർമ്മ നടക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്തിട്ട് അള്ളാഹിനോടുള്ള ഇഷ്ടം വരുന്നുണ്ട്, അള്ളാഹു താലാനെ സംബന്ധിച്ച് ഓർമ്മ മറ്റു പല ഓർമ്മകളും വരുന്നുണ്ട് എങ്കിൽ നിസ്കാരത്തിൽ അവൻ അള്ളാഹിനെ ഓർത്തുകൊണ്ട് ആണെങ്കിൽ അവൻ്റെ ആ നിസ്കാരം അള്ളാഹിൻ്റെ അടുക്ക് വലിയ സ്ഥാനമാണ്. അതുപോലെ തന്നെ നോമ്പിൻ്റെത് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അല്ലേ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ട്, തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോമ്പിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹിനെ ഓർക്കൽ തന്നെയാണ്. അള്ളാഹിനെ ഓർക്കുമ്പോഴല്ലേ അള്ളാഹു താല, അള്ളാഹിനെ ഓർക്കൽ എന്ന് പറഞ്ഞാൽ വെറും അള്ളാഹ് എന്ന് പറയലല്ലോ. അള്ളാഹുവിൻ്റെ ഓർമ്മ വർദ്ധിക്കുമ്പോൾ അള്ളാഹു താല ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തുന്നു, അള്ളാഹു താലാൻ്റെ ഇഷ്ടങ്ങളെ നമ്മൾ ജീവിതത്തിൽ ചെലുത്തുന്നു അല്ലേ. അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള തൻ്റെ ഉപ്പയെ ഓർമ്മ വന്നാൽ, ആ ഓർമ്മ വരുമ്പോൾ തന്നെ ആ ഓർമ്മ വന്നാൽ എന്താ ഉണ്ടാവുക, ഉപ്പാൻ്റെ ഇഷ്ടങ്ങളാണ് ആ കുട്ടി അവനിൽ നടത്തുള്ളൂ, അല്ലെ ഉമ്മാൻ്റെ ഇഷ്ടമാണ് അവൻ നടത്തുള്ളൂ. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തത്, ഉപ്പാക്ക് ഇഷ്ടമില്ലാത്തത് അവൻ മാറ്റി വെക്കും. അത് ഓർമ്മ ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനത്തെ ഓർമ്മയാണ് വേണ്ടത്, അള്ളാഹിനോടുള്ള സ്നേഹം, അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾ ആലോചിച്ചുകൊണ്ടുള്ള ഓർമ്മ. അപ്പോൾ നോമ്പ് കൊണ്ടും ഉദ്ദേശിക്കുന്നത് തെക്കവ ഉണ്ടാവലാണ്. ആ തെക്കവയെ ഒരു പരിശീലനമാണ്, തെക്കവക്കുള്ളൊരു പരിശീലനമാണ് നോമ്പ്. അതിന് തസ്ബീഹായാലും തറാവീഹ് നിസ്കാരമായാലും സ്വലാത്തായാലും എല്ലാറ്റിലും ഓർമ്മകളാണ്. ശരിക്കും ദിക്റിനാണ് പ്രാധാന്യം. വെറും നാവ് കൊണ്ട് ചൊല്ലുന്ന വർക്കത്തല്ല, ആ നാവ് കൊണ്ട് ചൊല്ലുമ്പോൾ ഹൃദയം എന്തിനെ ഓർക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ദിക്റിനും പ്രാധാന്യം ഉണ്ടാവുന്നുള്ളൂ. നാവ് കൊണ്ടൊന്ന് ചൊല്ലുന്ന ദിക്റുകൾക്കും പ്രാധാന്യം വരുന്നത് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ദിക്റിൽ മാത്രം, ആ നാവ് കൊണ്ട് അക്ഷരങ്ങളിൽ മാത്രം ശ്രദ്ധ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരാൾ ദിക്റയിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവൻ ദിക്ർ ചെയ്യുന്ന എന്താണ്? എനിക്ക് ഒരു സൃഷ്ടിയും എൻ്റെ കാര്യകർത്താവല്ല, എൻ്റെ കാര്യകർത്താവ് അല്ല മാത്രമാണ്. ഒരു സൃഷ്ടിയും എൻ്റെ പരിപാലകൻ റബ്ബല്ല, എൻ്റെ റബ്ബ് അല്ല മാത്രമാണ്. ഒരു സൃഷ്ടിയും എൻ്റെ ആരാധ്യനല്ല, ആരാധ്യൻ അല്ല മാത്രമാണ്. എനിക്ക് ഭക്ഷണം നൽകുന്നവൻ അല്ല മാത്രമാണ്, വെള്ളം നൽകുന്നവൻ അല്ല മാത്രമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് അയാൾ ദിക്ർ ചെയ്യണമെങ്കിലോ അതാണ് ശരിക്കുള്ള ദിക്ർ. അതാണ് അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, ഉണർന്നറിയുക, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം എന്ന് പറഞ്ഞ ആ ദിക്ർ അതാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെഖ്വ ആർജിക്കലും ഈ അവസ്ഥ ഉണ്ടാക്കലുമാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ആർത്തവ ടൈമിൽ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് അള്ളാഹു ഇബാദത്തുകളും മാറ്റി നിർത്തുന്നത് തെഖ്വയുടെ ഒരു കാര്യമാണത്. മാത്രമല്ല അവൾക്ക് നിസ്കാരം, നോമ്പ്, പരിശുദ്ധ ഖുർആൻ ഓതൽ എന്നുള്ള കാര്യങ്ങൾ അവളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഈ നോമ്പ് കൊണ്ട്, ഈ റമദാൻ കൊണ്ടും അള്ളാഹ് ഉദ്ദേശിച്ച് തെഖ്വ ഉണ്ടാക്കാൻ അപ്പോഴവൾക്ക് സാധിക്കണം. ആ തെഖ്വയിൽ അവൾ മുഴുകണം, ആ തെഖ്വയിൽ മുഴുകിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ള പ്രോസസ്സ് അവളിൽ നടന്നുകൊണ്ടിരിക്കണം. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് അവളിൽ നടന്നുകൊണ്ടിരിക്കണം. എന്തൊരു കാര്യം വരുമ്പോൾ എനിക്ക് അള്ളാഹ് ഉണ്ട് എന്നുള്ള അള്ളാഹിനെ കൊണ്ടുള്ള സമാധാനം അവൾക്ക് നടന്നുകൊണ്ടിരിക്കണം. ഏതൊരു വിഷയം മുന്നിലേക്ക് വരുമ്പോഴും ഈ അള്ളാഹുവിൽ അത് ഭരമേൽപ്പിക്കുന്ന, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഞാൻ ഈ കാര്യം അള്ളാഹിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പറയൽ മാത്രമല്ല, മനസ്സുകൊണ്ട് അത് അള്ളാഹിനെ ഏൽപ്പിച്ചുകൊണ്ട് സമാധാനിക്കുന്ന പ്രോസസ്സ് അവളിൽ നടന്നുകൊണ്ടിരിക്കണം. പെരുന്നാൾ വരുന്നുണ്ട്, സക്കാത്തിൻ്റെ ടൈമിൽ ആളുകൾ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തും എൻ്റെ അള്ളാഹ്ക്ക് മതി, അള്ളാഹു താലായിലേക്ക് മനസ്സുകൊണ്ട് കൊടുത്തുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പരിപാലനം അള്ളാണ്, അല്ലാതെ അയലക്കത്തെ മുതലാളിയല്ല, പണക്കാരനല്ല. അവൻ എൻ്റെ അവകാശമാണ്, അവൻ വേണമെങ്കിൽ എനിക്ക് കൊടുത്തു തരും. എനിക്കവിടെ പോയി യാചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അള്ളാഹിനോട് മാത്രമേ യാചിക്കുള്ളൂ, ഞാൻ അള്ളാഹിനോട് മാത്രമേ സഹായം തേടുള്ളൂ. ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിലും എനിക്കെൻ്റെ അള്ളാഹ് മതി, വേറെ ആളില്ല. ഹസ്ബി അള്ളാഹ്, എനിക്ക് അള്ളാഹ് മതിയാണെന്നുള്ള ആ ഈമാനുണ്ടല്ലോ, അള്ളാഹിൻ്റെ മുന്നിൽ എല്ലാം വെച്ചുകൊണ്ട് അള്ളാഹിനെ അർപ്പിച്ചുകൊണ്ട് അള്ളാഹിനെ കൊണ്ട് സമാധാനിക്കൊണ്ടൊരു ഈമാൻ ഉണ്ടല്ലോ. ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോഴും
ഡോക്ടറല്ല എനിക്ക് ഷിഫ നൽകുന്നത്. ഡോക്ടർ മരുന്ന് തരുമ്പോഴും ഡോക്ടർ ഈ മരുന്നല്ല ഷിഫ നൽകുന്നത്. ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോഴും ആദ്യം അള്ളാഹുവിലെല്ലാം അർപ്പിച്ചുകൊണ്ട് പടച്ചോനെ എനിക്ക് ആവശ്യമുള്ള ചികിത്സ ഡോക്ടറെ മനസ്സിൽ ഇട്ട് കൊടുക്കണേ അല്ല. എന്നിട്ട് ഡോക്ടറിൽ നിന്നും അള്ളാഹു താലാണ് എനിക്ക് ചികിത്സ നൽകണമെന്ന് മനസ്സിലാക്കണം. ഗുളിക കഴിക്കുമ്പോഴും ഹുവ ഷാഫി, അള്ളാണ് ഷാഫി എന്നുള്ള ബോധത്തിൽ ഗുളിക കഴിക്കുകയും ഈ ഗുളികയിൽ പടച്ചോനെ നീ എനിക്കിത് ഷിഫ നൽകണേ എന്നുള്ള ബോധത്തിൽ, ഇതാണ് വിശ്വാസി ഗുളിക കഴിക്കൽ. അങ്ങനെ എല്ലാം അള്ളാനെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ തെഖ്വയുണ്ടല്ലോ. അതുപോലെ തന്നെ നോമ്പ് കാലഘട്ടത്തിൽ ആണെങ്കിലും പ്രയാസങ്ങളും അള്ളാൻ്റെ ഭാഗത്ത് പരീക്ഷണം വരുമ്പോൾ അള്ളാനെ കൊണ്ട് സമാധാനിക്കാൻ പറ്റണം. സന്തോഷം വരുമ്പോൾ ശുക്ർ ചെയ്യാൻ പറ്റണം. ഇതാണ് ഇതിന് മെയിൻ കാര്യങ്ങൾ. അല്ലാതെ ഇതൊന്നും ഇല്ലാതെ ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അതിലല്ല അള്ളാഹ്ക്ക് താല്പര്യം. അള്ളാഹ്ക്ക് താല്പര്യം ഇതുകൊണ്ടെല്ലാം താല്പര്യം എന്താണ്? ഈ വിശ്വാസവും അള്ളാഹിനോടുള്ള ഈമാൻ വർദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നടത്താലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അത് നമ്മളുള്ളിൽ ഉണ്ടാക്കണം. അത് വേണം, അത് വിടാൻ പാടില്ല. എനിക്ക് അർത്ഥം എനിക്ക് ഇനി നിസ്കാരമല്ലോ നോമ്പില്ല, ഇനി ഒന്നുമില്ല, അങ്ങനെയല്ല. അള്ളാഹനെ സ്മരിക്കലും തെക്കുവ ഉണ്ടാക്കലൊക്കെ ഈ സ്ത്രീയിൽ നടന്നുകൊണ്ടേയിരിക്കണം. അതാണ് പറയുന്നത്. മനസ്സിലാവണ്ട? അള്ളാഹു താല എളുപ്പമാക്കി തരട്ടെ. അപ്പോൾ ആരും എന്ത് മനസ്സിലാക്കി? ഇത് ശിക്ഷല്ല, നിങ്ങൾക്കൊരു ആനുകൂല്യം തന്നതാണ് അള്ളാഹു താല. നിങ്ങൾക്ക് എപ്രകാരം ഒരു പുരുഷൻ അല്ലെങ്കിൽ ആർത്തവം ഇല്ലാത്ത അശുദ്ധി അല്ലാത്ത ഒരു സ്ത്രീ നോമ്പ് നോക്കുന്നുവോ അതേ പ്രതിഫലം നോമ്പ് നോക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിരാശപ്പെടരുത്. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്ക് ദിക്റിലാവാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ആ ദിക്റിൽ ഇരുന്നൂടെ. അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് 2 നേരവും സുബഹിൻ്റെ ശേഷവും അല്ലെങ്കിൽ അസറിൻ്റെ മഗ്രിബിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷവും 10 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞ മഖാലിദു സമാവാത്തി വൽ അർള് എന്നൊക്കെ ആകാശഭൂമിയുള്ള താക്കോലാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടൊക്കെ വന്നിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും, നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങൾ നിറവേറുന്നുണ്ടെങ്കിലും, ഏത് വിഷമങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രയാസം അതൊക്കെ പോകാനും ഇരുലോകത്തും അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് ഉന്നതമായ പ്രതിഫലവും ഉന്നതമായ എന്താ പറയുക അഭിമാനമായുള്ള ജീവിതവും ഈ ലോകത്തും അഭിമാനമുള്ള ജീവിതം കിട്ടും. ദാരിദ്ര്യത്തോട്ട് അള്ളാഹ് കാക്കും. എൻ്റെ കടങ്ങൾ വീടാൻ, എൻ്റെ വിഷമങ്ങൾ, ഞാനതിൻ്റെ ഹദീസിൻ്റെ ആശയമാണ് പറയുന്നത് കേട്ടോ. എല്ലാത്തിനും പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിൻ്റെ ആശയമാണ് പറയുന്നത് കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തൊരു ദിക്റുണ്ട്. അള്ളാഹ് അതും ചൊല്ലിക്കൂടെ? വെറും 10 പ്രാവശ്യം രാവിലെയും 10 പ്രാവശ്യം ആയിരുന്നു ശേഷം ചൊല്ലിയാൽ മതി. ഹദീസിൽ അങ്ങനെ വന്നിട്ടുള്ളത്. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഇതൊക്കെ ചൊല്ലുക. ഇങ്ങനെ സ്വലാത്ത്, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ ചെയ്യാം. അങ്ങനെ തെക്കുവ, അതുപോലെ തന്നെ മനസ്സ് ശുദ്ധിയാക്കുക. തെക്കുവ എന്ന് പറഞ്ഞാൽ വെറും വിരോധനകളിൽ നിന്ന് മാറൽ മാത്രമല്ല. ഏതൊക്കെ വിരോധനകളുണ്ട്? കിബർ, അസൂയ, മറ്റുള്ളവരുടെ ഫിത്ന, ഫസാദ്, കളവ് പറയൽ, ഗീബത്ത് എന്ന് പറയൽ, നമീമത്ത് പറയൽ, അന്യ പുരുഷന്മാരെ നോക്കൽ, അല്ലെങ്കിൽ അന്യ സ്ത്രീകളെ പുരുഷന്മാരെ നോക്കൽ, ഇത് മാത്രമൊന്നല്ല. മോഹത്തോടെ നോക്കൽ, ഇതൊന്നല്ല. അതൊക്കെ ഏതായാലും നമ്മൾ കളയുന്നുണ്ട്. അതോടുകൂടെ അഹങ്കാരം, അസൂയ പോലെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് മോശമായി ചിന്തിക്കൽ, ജനങ്ങളോടുള്ള വെറുപ്പ്, നമ്മളോട് വല്ലതും പ്രയാസം കാണിച്ചവരോട് നമ്മുടെ മനസ്സിൽ വല്ലാത്ത വൈരാഗ്യം വെച്ച് നടക്കുക, ഇതൊന്നും പാടില്ലാത്തതാണ്. അതെല്ലാം ഒഴിവാക്കി മനസ്സ് ശുദ്ധിയാക്കി ശീലിക്കുക. അവർ അള്ളാഹിൻ്റെ വിശ്വാസികളാണ്. ഞാൻ മനസ്സിൽ വെറുപ്പ് വെച്ചിട്ട് അവർക്കെതിരെ ദുആ ചെയ്തിട്ട് വെറുതെ അവരെ നിരക്കുക. അവർക്കൊരു പ്രയാസം ഉണ്ടാവരുത്. എൻ്റെ ശത്രുവിന് പോലും പ്രയാസമൊന്നും ഉണ്ടാവണ്ട. അള്ളാഹ് ഒരു ഹിദായത്ത് കൊടുക്കട്ടെ, സൽബുദ്ധി കൊടുക്കട്ടെ. പടച്ചോനെ, ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തു റബ്ബേ, അവർ മനസ്സ് നന്നായിക്കാട്ടെ, എൻ്റെ മനസ്സ് നന്നായിക്കാട്ടെ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു, എനിക്ക് നീയും പുറത്തു തരണേ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ തന്നെയല്ലേ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ലൈലത്തുൽ ഖദ്ർ എവിടെ ഇറങ്ങേണ്ട? ആദ്യം നമ്മളെ കൽബിൽ ഇറങ്ങണം മലക്കുകൾ. എപ്പോഴാണ് ഇറങ്ങുക മലക്കുകൾ? നമ്മളെ കൽബിൽ ഇങ്ങനത്തെ ദൂഷിച്ച ചിന്തയൊക്കെ മാറി നല്ല ശുദ്ധമായ മനസ്സായി എല്ലാവരോടും നന്മ മാത്രം, എല്ലാവരും നന്നാവട്ടെ, അമുസ്ലിമികളോട് പോലും അവരൊക്കെ നന്നാവട്ടെ, അല്ലേ? അങ്ങനെയാണ്. അതിനൊക്കെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ റമളാനാണ്, നമ്മളവിടെ നല്ല നോമ്പ് തുറ. ഒരു സ്ത്രീനോട് ചോദിച്ചതാണ്, പലരും ചോദിക്കാറുള്ളതാണ്.
മനസ്സിലാവുണ്ട. അപ്പോൾ സ്ത്രീകൾക്കുള്ള ക്ലാസ് ആയതുകൊണ്ട് സ്ത്രീ ചോദിച്ചതാണെന്ന് പറയും. ഞാൻ അത് വിവാദമാക്കണ്ട. അതായത് എന്നോട് ചോദിച്ചതാണ്, ഉസ്താദെ നമുക്ക് ഈ നോമ്പിന് നമ്മുടെ അയൽവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ, നോമ്പ് തുറക്കണത്? പറ്റും. എന്താ കാരണം? അയൽവാസികളോട് പ്രത്യേക മര്യാദയുണ്ട് നമുക്ക്. അയൽവാസികൾ അത് മുസ്ലിമീങ്ങളാവട്ടെ വല്ലാത്ത കടപ്പാട് അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് നമ്മൾ പ്രത്യേകം ഫ്രൂട്ട്സ് വാങ്ങുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, പ്രത്യേകമായ പൊരിക്കടികൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകമായ ഭക്ഷണങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ ഏതായാലും ഇത് കഴിക്കേണ്ട നമ്മുടെ അയൽവാസികളല്ലേ, അവർക്ക് എന്ത് ചെയ്യുക, ആ നോമ്പ് തുറക്കണ നേരത്തെ എത്തിച്ചാൽ മതി. പകലൊന്നും കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല, അതൊന്നും ഉത്തമല്ല. അതേ സ്ഥാനത്ത് ആ നോമ്പ് തുറക്കണ നേരത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു നോമ്പ് തുറക്കണ്ട് എന്നുള്ള നിലക്കൊക്കെ ഒന്ന് കൊടുത്ത് ആ നോമ്പ് തുറക്കണൊക്കെ അവരും കഴിച്ചോട്ടെ, നമ്മൾ കഴിക്കണം, നമ്മളെ അയൽവാസികളല്ലേ. അതൊക്കെ നല്ലതാണ്, ഇസ്ലാമിൻ്റെ സ്വഭാവമാണത്. അതൊക്കെ ഇസ്ലാമിൻ്റെ സ്വഭാവമാണത്. അല്ല മുത്തുനബി പഠിപ്പിച്ചതന്നല്ലേ, നമ്മൾ ഇഷ്ടത്തിന് പറയാൻ പാടില്ലല്ലോ. മുത്തുനബി പഠിപ്പിച്ചതാണ് അയൽവാസികളോട് ഏത് നിലക്ക് പെരുമാറണമെന്നും. അതൊക്കെ നല്ലതാണ്. മനസ്സ് ശുദ്ധിയാക്കുക, മനസ്സിലാവുന്നുണ്ട്. അവിടെ ലൈലത്തുൽ ഖദറുണ്ട്, അത് കാണാതിരിക്കട്ടെ, ഓനെ ആവലാണ്. ലൈലത്തുൽ ഖദർ സ്വന്തമായി മാറണോ, മനസ്സിലാവണ്ട. അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹനെ ഓർക്കാൻ പരിശ്രമിക്കുക. മശേഖന്മാരിൽ നിന്ന് ദിക്റൊക്കെ കിട്ടിയവരൊക്കെ ആണെങ്കിൽ ശ്വാസത്തിൽ ഓരോ ശ്വാസവും അള്ളാഹനെ ദിക്റാക്കി മശേഖന്മാർ മാറ്റി തന്നിട്ടുണ്ടാവും. അതിലായിട്ട് മുഴുകുക. അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും നല്ല സന്തോഷിച്ചിരുന്നോളി. നോമ്പ് നോക്കാൻ പറ്റില്ലെങ്കിൽ അള്ളാഹിൻ്റെ ആനുകൂല്യമായിട്ട് മനസ്സിലാക്കിക്കോളും. ഏത് ഇങ്ങനെയുള്ള അശുദ്ധി കാരണത്താൽ ചിലക്ക് പെരുന്നാളിനായിരിക്കും, പെരുന്നാളിന് എൻ്റെ എല്ലാ ഇബാദത്തും എന്ത് പോകണടോ, അള്ളാഹു തആല വലിയ ആനുകൂല്യങ്ങൾ തന്നു, അതോടുകൂടി നീ അള്ളാഹിനെ ദിക്റ് ചെയ്യ്, ബാക്കിയുള്ള ദിക്റും കാര്യങ്ങളൊക്കെ നടത്തുക, സന്തോഷിക്കുക, ഹംദ് ചെയ്യുക അള്ളാഹ്ക്ക്. മനസ്സിലാവണ്ട. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.